ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ ഗാസയുടെ അവസ്ഥയെക്കുറിച്ചും അതിന്റെ സ്ഥിതി വിശേഷത്തെക്കുറിച്ചെല്ലാം വിവരിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗസയിൽ ഇപ്പോൾ അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളും വാസയോഗ്യമല്ലാത്ത ഭൂപ്രദേശവും മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മനോഹരവും സുന്ദരവുമായിരിക്കുന്ന ഒരു ദേശമാക്കി അതിനെ മാറ്റാൻ ഗാസ സ്ട്രിപ്പ് അമേരിക്ക ഏറ്റെടുക്കുകയാണ്. ആ ദേശത്തിൽ നിന്ന് ഫലസ്തീനികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ജീവിതം തേടി പോകണമെന്നുള്ള ഒരു സന്ദേശവും അതിൻ്റെ ഇടയിൽ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് നൽകുകയാണ്. മുൻപ് പറഞ്ഞിരുന്നു, അത് പിന്നീട് അല്പാൽപ്പം അതിന് ഗൗരവകരമായിരിക്കുന്ന പ്രതികരണങ്ങളൊന്നും വല്ലാതൊന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പമാണ് കനമുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ അമേരിക്കയുടെ നിലപാടായിട്ട് തന്നെ ട്രംപ് ഈ പ്രസ്താവന പറഞ്ഞത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ന്യൂയോർക്ക് സന്ദർശനത്തോടനുബന്ധിച്ച് രണ്ടുപേരും ഒരുമിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് ട്രംപ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്താണ് ഇതിന്റെ ഉദ്ദേശങ്ങൾ, എന്താണ് അമേരിക്ക ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഗാസ വാസയോഗ്യമാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് അവിടെ ജീവിച്ചിരിക്കുന്ന 23 ലക്ഷം ജനങ്ങളാണ്, ഫലസ്തീനികൾ. മാത്രവുമല്ല അതിന് പങ്കിടുന്ന ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ട്. അതിന് പങ്കിടാത്ത മുസ്ലിം രാജ്യങ്ങൾ ഗസയെ എല്ലാ കാലത്തും സഹായിക്കുന്നവരുണ്ട്. അവരും കൂടി സംയുക്തമായ രീതിയിലാണ് ഈ കാര്യത്തിന് തീരുമാനമെടുക്കേണ്ടത്. അതൊന്നും പറയാതെ, ആരും ഈ കാര്യം അഭിപ്രായപ്പെടാതെ അമേരിക്ക പൊടുന്നനെ ഇങ്ങനൊരു തീരുമാനം പ്രഖ്യാപനം നടത്തിയതിന്റെ പിന്നിൽ ഇസ്രായേലിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് എന്നുള്ളത് പച്ചവെള്ളം പോലെ സത്യമായിരിക്കുന്ന കാര്യമാണ്. സൗദി അറേബ്യ ആദ്യം തന്നെ അതിന് പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഗസക്കാർ ജീവിക്കേണ്ടത് അവിടെയാണ്, വിട്ടുപോകാൻ വേണ്ടി ഒരിക്കലും അവർ തയ്യാറാവുകയില്ല, അതിന് തങ്ങൾ സപ്പോർട്ട് ചെയ്യുകയുമില്ല. സൗദി അറേബ്യയുടെ നിലപാട് പറഞ്ഞു. ഗസയുടെ ഭാഗമായതുകൊണ്ട് ഹമാസ് അതിന് പ്രതികരിച്ചു. ഗസക്കാർ ജീവിക്കേണ്ടത് ഗസയിൽ തന്നെയാണ്, ആ സ്വപ്നം നടക്കാൻ വേണ്ടി പോകുന്നില്ല, അത് നടക്കാത്ത ഒരു സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കുകയുള്ളൂ എന്ന് അവർ പ്രതികരിച്ചു. പോകേണ്ട ജോർദാനിലേക്കാണ്. ജോർദാൻ പറഞ്ഞു അത് തെറ്റായിരിക്കുന്ന കീഴ്വഴക്കും നിലപാടുമാണ് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. മറ്റൊരു രാജ്യം ഈജിപ്താണ്. ഈജിപ്തും ഇതേ രീതിയിലൊക്കെ പ്രതികരിച്ചു. അങ്ങനെ ഇതിന് അനുകൂലമായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ ഭാഗത്ത് മാത്രമാണ്. ഇസ്രായേലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം രാഷ്ട്ര ഭരണാധികാരി എന്ന നിലക്ക് ആദ്യമായിട്ട് ആ രാജ്യം സന്ദർശിക്കുന്നത്. അദ്ദേഹം സന്ദർശനത്തിന്റെ ഉദ്ദേശ കാര്യങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം സങ്കടങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർശനമാണ് എന്ന് പോലും അവരെ വിമർശിക്കുന്ന ചില മീഡിയകൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെക്കുറിച്ചും അമേരിക്കയുടെ പ്രസിഡന്റിനെ കുറിച്ചും കളിയാക്കിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറയുന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വളരെ ചെറിയ കുഞ്ഞു രാജ്യങ്ങളോട് നിരന്തരം തൊപ്പിടുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടായത്. അത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമന്റെ ആക്രമണത്തിന് പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ട അമേരിക്കയുടെ അവസ്ഥയും ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രതിരോധത്തെ അതിജീവിക്കാൻ സാധിക്കാതെ തോൽവി സമ്മതിച്ച ഇസ്രായേലിന്റെ അവസ്ഥയുമാണ് ഈ റിപ്പോർട്ടിന്റെ അകത്ത് പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. വമ്പൻ ശക്തികൾ, ലോകത്തെ വെല്ലുവിളിക്കാൻ മാത്രം ആയുധശക്തിയും ബലവും ഉള്ളവർ ചെറിയ കുഞ്ഞു രാജ്യങ്ങളോട് പരാജയപ്പെടുന്ന ഒരു വല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് 2023 മുതൽ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2022 പരാമർശിക്കുന്നുണ്ട്. അത് ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ മുതൽ ഇങ്ങോട്ടുള്ളതൊക്കെ ലോകത്തെ വിരളി പിടിപ്പിച്ച വലിയ വമ്പൻ ശക്തികളുടെ പരാജയം ഉണ്ടാക്കിയത് മുഴുവൻ കുഞ്ഞു രാജ്യങ്ങളാണ്. അവരെ കീഴ്പ്പെടുത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ ട്രംപിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം, 6 രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ പോലും ഇത്രയും ദയനീയമായിരിക്കുന്ന ഒരു നാണക്കേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും യമനെ ഒതുക്കുന്ന കാര്യത്തിലൊക്കെ അവനും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനും നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരാജയപ്പെട്ട 2 വീരന്മാരുടെ പരസ്പരമുള്ള സങ്കട ചർച്ചയായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സംഭവത്തെ വിലയിരുത്തുന്നത്. ഗസയിൽ ഇപ്പോൾ നടക്കുന്നത് ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ട ചർച്ചയുടെ കാര്യങ്ങളൊക്കെയാണ്. 1ഉം 2ഉം ഘട്ട ബന്ദി കൈമാറ്റങ്ങൾ നടന്നു. പലസ്തീൻ തടവുകാരെ
മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു. അതോടൊപ്പം തന്നെ ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറുന്നു. റഫ അതിർത്തി തുറന്നുകൊണ്ട് ഗസയിലേക്ക് വാഹനങ്ങൾ സഹായത്തിന് വേണ്ടിയിട്ട് എത്തുന്ന രീതി കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അത് യുദ്ധപരാജയം, ആയുധം വെച്ച് കീഴടങ്ങുന്നതിന് തുല്യമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ ഉണ്ടായത്. എന്താണ് ഇവിടുത്തെ വിഷയം എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ അവർക്ക് പറയാനുള്ളൂ: ഇറാനാണ് അതിന്റെ വിഷയം. ഇതുവരെ നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിനപ്പുറമായ രീതിയിലുള്ള സംഘശക്തിയുള്ള ഒരു വിഭാഗമായിട്ട് തന്നെ ഇറാനെ കാണണമെന്ന് മാത്രമല്ല, ഇറാൻ എല്ലാ കാലത്തും തങ്ങൾക്ക് ഭീഷണിയാണ് എന്നതിനാൽ അവരുടെ സംഘശക്തിയും സൈനിക ബലവും കുറക്കാൻ വേണ്ടി അടിയന്തരമായി ഇടപെടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. ഗസയിൽ നിന്ന് അമേരിക്ക നോക്കുന്നത് ഇറാനിലേക്കാണ്. ഗസയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമില്ലെങ്കിൽ പിന്നീട് പ്രത്യേകമായിരിക്കുന്ന ഒരു വിഷയങ്ങളൊന്നും പറയാൻ ഇറാൻ ഉണ്ടാവില്ല. അവരുടെ ആയുധ മൂർച്ച കൂട്ടുന്നതും ലോകത്തെ പരമാവധിയുള്ള രാഷ്ട്രങ്ങൾ മുഴുവൻ ഇറാനോട് സപ്പോർട്ട് ചെയ്യുന്നതും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിരിക്കുന്ന കാര്യം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ലക്ഷ്യം ഇറാനാണ്. ഇറാനെ ഒതുക്കാൻ വേണ്ടി ഗസയെ ഉപയോഗിക്കുകയാണ് അമേരിക്ക എന്നുള്ളത് ഏറെക്കുറെ കൃത്യമായിരിക്കുന്ന ഒരു സത്യവുമാണ്. അപ്പൊ ഇവിടെ അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശത്തിൽ നിന്ന് ഫലസ്തീനികൾ രണ്ട് രാഷ്ട്രങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്കും ഒഴിഞ്ഞു പോകുന്നതോടുകൂടി ഈ പ്രദേശം ശാന്തമായി വന്നു, അതല്ലെങ്കിൽ ആളൊഴിഞ്ഞിരിക്കുന്ന തീരമായിട്ട് അവസാനിക്കും. മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടൂറിസം പദ്ധതികൾ മുൻപേ ട്രംപിന്റെ മനസ്സിലുള്ളതാണ്. അത് പ്രാവർത്തികമാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. ഇതിന് പൂർണ്ണമായിരിക്കുന്ന സഹകരണം പരസ്പരം ഇസ്രായേൽ ചെയ്തു കൊടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ എന്ന് പറയുന്ന ആളുകൾ ഇല്ലാതെക്കുമ്പോൾ, ഹമാസ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം ഇല്ലാതെക്കുമ്പോൾ അവർ സ്വതന്ത്രമായി, അവർക്ക് വിഷയകാര്യങ്ങളൊന്നുമില്ല. ഇപ്പുറത്തെ അമേരിക്കയുടെ സൈനിക സംവിധാനവും ബലവുമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സുരക്ഷിതത്വം കൂടുകയുമാണ് ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്, അമേരിക്ക ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ഇറാന്റെ കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കക്കും തുല്യ ശത്രു ഇറാൻ തന്നെയാണ്. അത് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിരിക്കുന്ന ഒരു വിജയത്തിലെത്താൻ വേണ്ടി രണ്ട് രാജ്യത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. സാധിക്കാത്തത് കൊണ്ടാണ് നിരന്തരം ഇസ്രായേലും അമേരിക്കയും തോറ്റുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ലോകത്തെ ഒരു രാഷ്ട്രവും ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നിലപാടിൽ നിന്ന് വല്ലാതെ വൈകാതെ തന്നെ അമേരിക്ക പിന്മാറ്റം ചെയ്യും എന്നും രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായം പറയുകയാണ്. ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കില്ല. ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ആ രാജ്യത്തിലെ പൗരന്മാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് മറ്റൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിരിക്കുന്ന, നടക്കാത്ത ഒരു സ്വപ്നം മാത്രമായിട്ട് തന്നെയാണ് ശേഷിക്കുക. ഒരു അറബ് രാജ്യവും സപ്പോർട്ടില്ലാത്ത രീതിയിൽ ഇതിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ്. ആയതിനാൽ താൽക്കാലികപരമായ ഒരു ആശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാത്രം പറയുകയോ അതല്ലെങ്കിൽ ഇതെല്ലാവരും കൂടി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രാവർത്തികമാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.